ഇതെന്താണ് ചേട്ടാ ശരിക്കും ഏതാണ്? ഇതാണ് സാധനം അല്ലേ? ഇതെന്താണ്? ചെറുള പറഞ്ഞ മരുന്നല്ലേ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്? അത് പല കഷായങ്ങളിലും ചേരും. ചെറു പഞ്ചമൂലം എന്ന് പറഞ്ഞാൽ ഒരില മൂവില ചെറുപഴുതന വെൺപഴുതന ഞെരിഞ്ഞിൽ അതിൽ പിന്നെ ഒരു സാധനം ഇത് ചെറുള ആദ്യം കൊല്ലായിട്ട് ചേർത്തുന്ന സാധനം. ഒരു സാധനം കിട്ടാത്ത ഒരു സാധനത്തിന് അത് കയ്യിൽ വെച്ചോളൂ. അതാണ് സാധനം. ഇതാണ് സാധനം. അത് ഇതൊക്കെ ചെറുള. ഇത് നമ്മൾ സാധാരണ തുളസിയാണ്. സാധാരണ ചെറുള മെയിൻ ആയിട്ട് ഏതൊക്കെ മരുന്നൊക്കെ വേണ്ടിയിട്ടാണ്? മിക്ക കഷായത്തിലും ഇപ്പം നാടി കഷായം പോലുള്ള കഷായങ്ങൾ, പിന്നെ ക്ഷതം പറ്റിയ ചതവ് പറ്റിയാലൊക്കെ ഉണ്ടാവുന്ന ഓരോ കാര്യത്തിലേക്കും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് ഞങ്ങളെ കൂട്ടത്തിൽ വേറൊരു ഇതും കൂടിയുണ്ട്. ഇത് ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന സാധനം. അതായത് ഈ പിന്നെ നിങ്ങളെ സംഭവത്തിനത് എങ്ങനെയാന്നുള്ളത് പറഞ്ഞുകൂടാ. ഞാൻ കൂടില്ല. ആ ബലികർമ്മത്തിലേക്ക് അരിപ്പൂവും ഇടുന്നതിൽ കൂടുതലേക്ക് ഉണ്ടാ ചെറുള. ബദ്രികസം ഒടിവ് ചതവിനൊക്കെ ഉപയോഗിക്കാൻ ഉള്ളിൽ പറ്റിയിട്ടുള്ളതിനൊക്കെ പറ്റും. അത് കഷായം വെച്ച് കൂടിയ ചെറു പഞ്ചമൂലം എന്ന് പറഞ്ഞ സാധനത്തിന് ഒരില മൂവില ചെറുവില വെൺമൂല ഞെരിഞ്ഞ് ഇതിൽ ഒരു സാധനം ഈ ചെറുള എൻ്റെ പേര്, ഒരിൻ്റെ പേര് മുവിലെ പേര്, ചെറുള പേര്. അതാണ് ബദലായിട്ട് ഉപയോഗിക്കുന്നത് ഈ സാധനം. ഇതൊക്കെ ഇപ്പോൾ ഓരോ ചെടികളാണ്. ഇത് മുത്തുകൾ എന്ന് പറഞ്ഞത് വെള്ള മുത്തുകൾ എന്ന് പറഞ്ഞ സാധനം. ഇത് കറുത്തത് ഉണ്ടാവും, കറുപ്പ് ഭാഗം കരിമുത്തുകൾ. അതിന് കൂടുതലും കാര്യമുണ്ട്. ഇത് സാധാരണ മുറികളിലും മറ്റു സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ കാണുന്നതിനൊക്കെ ഈയോടിലൊക്കെ. ഇത് പിന്നെ നമ്മുടെ സാധാരണ കുമ്പല ഇതൊക്കെ താനം കുഴിച്ചിട്ടുണ്ടാക്കിയതല്ലാത്ത മറ്റേ രൂപത്തിലുള്ള